എവിടെ പോയി? ഒരു മണിക്കൂറായി മേലെ കയറിയിട്ട്. അല്ല, നിങ്ങൾ എന്താക്കുക? ഒരു മണിക്കൂറായാലും മേലെ തുടച്ചു നിൽക്കുന്നു. താഴേക്ക് വാ, ഇഷ്ടം പോലെ പണി താഴെ കിടക്കുന്നു. അല്ല മോളെ, ഒരാഴ്ചയായാലും ഞാൻ പനി കൊണ്ട് ബുദ്ധിമുട്ടുന്നു. ഡോക്ടർ പറഞ്ഞ റെസ്റ്റ് എടുക്കാൻ. എനിക്കാണെങ്കിൽ ഒന്നിനും ആവില്ല. ഡോക്ടർ അങ്ങനെ പലതും പറയും, റെസ്റ്റ് എടുക്ക്, കുറെ ദിവസം ഇരിക്കുന്നൊക്കെ. അങ്ങനെയൊക്കെ ചെയ്ത് ഇവിടെ ആര് പണി എടുക്കുന്ന വെച്ചിട്ടാ? നല്ലോണം കഞ്ഞി കുടിച്ചില്ലേ രാവിലെ? ഇവിടുത്തെ പണിയെടുക്കാൻ നോക്ക്. ഇവിടെ വേറെ പണിക്കാരൊന്നും ഇല്ലല്ലോ. ആ അമ്മേ പറയ്. 1 മണിക്ക് എത്തുവോ? ആ, ഞാനൊന്നും ചെയ്യുന്നില്ല. അമ്മ 1 മണിക്കൂറായി മേലെ പോയിട്ട് അടിച്ചു തുടയ്ക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് പോയി നോക്കിയിട്ട് വരിക. ആ, നിങ്ങൾ മാത്രമേ വരുന്നുള്ളൂ? അച്ഛനും വേറെ ആരും വരുന്നുണ്ടോ? ഇല്ല അല്ലേ? ആ, അന്ന് ആയിക്കോട്ടെ അമ്മേ. ഞാൻ ഇത്തിരി മീൻ ഇരിപ്പുണ്ട്, ഒന്ന് മുറിപ്പിക്കട്ടെ അതിനെ കൊണ്ട്. എന്താ മോളെ, വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരുന്നുണ്ടോ? അതല്ലേ നിങ്ങളോട് പറഞ്ഞ, വേഗം വരെ. മീനുണ്ട് ഫ്രിഡ്ജിൽ, അടുത്ത് പോയി മുറുക്കി. ഞാൻ വേഗം മീൻ മുറിച്ച് തരാം മോളെ. കുറച്ച് മെഷീനിൽ തുണികളൊക്കെ ഇട്ട് തന്നെയൊക്കെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെ കൊടുത്ത് മേലെ കൊണ്ട് ഉണങ്ങാൻ തന്നെ. ഓ, എന്നാ പിന്നെ അത് വേഗം മേലെ പോയി ഉണക്കാട്ടിട്ട് വരി. മേലെ കൊണ്ട് വെച്ച് തന്നെങ്കിൽ എനിക്ക് വേഗം ഉണങ്ങാനിടായിരുന്നു. പനിച്ചിട്ട് ഇത് കൊടുത്ത് നോക്കി കയറാനും ആവുന്നില്ല. എന്താ പെറുപെറുക്കുന്നേ? നിങ്ങൾ വേഗം ചെയ്തിട്ട് വന്നേ ഇങ്ങോട്ട്. മോളെ, മീൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കറി ഉണ്ടാക്കട്ടെ? നിങ്ങൾ കറി ഉണ്ടാക്കിയാലേ നല്ല കോലമായിരിക്കും. എന്റെ വീട്ടിൽ നിന്നാ വരുന്നത്, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. വൃത്തിയില്ല, വെടുപ്പില്ല. എന്താ മോളെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എപ്പോഴും ഞാനല്ലേ ഇവിടെ ചോറും കറിയും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോഴൊന്നും മോൾ ഇതുപോലെ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ മാത്രം എനിക്കൊരു വൃത്തിയില്ല, വെടുപ്പില്ല എന്നൊക്കെ ഓരോന്ന് കുറ്റപ്പെടുത്തുക അമ്മനെ. അതെ, നിങ്ങളുടെ കൂടുതൽ വൃത്തിയുള്ളതുകൊണ്ടൊന്നല്ല. ദേഹനങ്ങാണ്ട് കുത്തിരുന്നാലേ പിന്നെ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനാവത്തില്ല. അതെ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ. ഞാൻ പോയി കറി ഉണ്ടാക്കട്ടെ. ഓ, ഇതൊന്നും അരിഞ്ഞു വെച്ചിട്ടില്ല. ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടാ? ഒന്ന് അരിഞ്ഞു വെച്ച് പൊക്കൂടെ? ഒന്ന് അരിഞ്ഞിരുന്നെങ്കിലോ. അയ്യ, ഒന്ന് കിടക്കട്ടെ. എവിടെ പോയി? അയ്യോ, ഇവിടെ വന്ന് കിടക്കുക. നിങ്ങളോട് കാര്യം ഉണ്ടാക്കണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. വന്ന് ഇഞ്ചി വെളുത്തുള്ളിലേക്ക് നന്നായിക്കൊണ്ടാ. വേറെ പണിയില്ല ഇവിടെ ചെയ്യാൻ. എനിക്ക് പനി നല്ലപോലെ കൂടിയിരിക്കുന്നു. ഞാൻ ഒരു ഗുളിക കഴിച്ചതാ. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്താലേ ശരീരത്തിനൊന്ന് സുഖം കിട്ടുമല്ലോ. അപ്പൊ വന്ന് പണിയെടുത്തു തരാം. നിങ്ങളോട് ഞാൻ എന്ത് മലമറിക്കുന്ന പണിയെടുക്കാനാ പറഞ്ഞേ? ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. വന്ന് ചെയ്തേ, റെസ്റ്റ് എടുക്കുന്നത്ര. ഹലോ. ആ ഏട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു. വീട്ടിൽ നിന്ന് അച്ഛനമ്മയൊക്കെ വരുന്നുണ്ട്. ആ ആ ഇവിടുത്തെ അമ്മയ്ക്ക് പനിയൊക്കെ സുഖമായി. 2 ദിവസം റെസ്റ്റ് എടുത്തു. അതുകൊണ്ട് ഇപ്പൊ എന്താ തുള്ളിച്ചാടി നടക്കുക. ആ ഇവിടെ ഇല്ല, അത് അപ്പുറത്തെ ജാനേച്ചിന്റെ വീട്ടിൽ പോയതാ. ആ ആ അമ്മയും ജാനേച്ചും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ. അപ്പൊ 2 ദിവസം കാണാതിരുന്ന വിഷമത്തിന് അങ്ങോട്ട് പോയതാ, കഥയൊക്കെ പറയാൻ വേണ്ടി. ആ ആ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ വിളിക്കാൻ പറയാം. എന്നാ ശരി, വേറെ ഒന്നുമില്ലല്ലോ. ആ ആയിക്കോട്ടെ. ആ ശരി. മോളെ, എൻ്റെ അടുത്ത് ഒന്ന് ഫോൺ തന്നൂടെ? എൻ്റെ മോനെ സൗണ്ട് കേട്ടിച്ചിന് എത്രയായി. ഞാൻ ഈ മുൻപിൽ തന്നെ ഇല്ലേ മോളെ. എന്നിട്ട് ജാനേസിനോട് പോയിന്ന് കള്ളത്തരം അവൻ്റെ അടുത്ത് പറയുന്നു. എൻ്റെ കുട്ടിൻ്റെ സൗണ്ട് ഒന്നും എനിക്ക് കേൾക്കാൻ പോലും ഫോൺ തരുന്നില്ലല്ലോ. 10-15 വർഷം നിങ്ങളെ കൊടുത്തിട്ടല്ലേ മോനുണ്ടായത്? അതുവരെ നിങ്ങൾ മോനെ സൗണ്ട് ഒന്നും കേട്ടിട്ടില്ലേ? ഇപ്പൊ 2-3 വർഷമായിട്ടുള്ളൂ ബാംഗ്ലൂർ ജോലി കിട്ടി പോയിട്ട്. വേണ്ട, മക്കളെ ജോലിക്കൊന്നും വിടണ്ട, ഇവിടെ പിടിച്ചിരുത്തിക്കോ. എന്നാ പിന്നെ ഫുൾ സൗണ്ട് കേൾക്കാലോ. അല്ലാത്ത സാധനം തന്നെ. എല്ലാം കൂടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അച്ഛനും വന്നാലേ ഇതെല്ലാട്ടോട്ട് ഞാൻ മിണ്ടാതെ അവരെ കൂടെ തന്നെ പോകും. വേണ്ട മോളെ, എനിക്ക് എൻ്റെ മോനോട് സംസാരിക്കണ്ട. എൻ്റെ മോൾ ഇവിടെ സന്തോഷത്തിലിരുന്നാൽ മതി.
12:50 അച്ഛനമ്മ ഇപ്പൊ എത്തും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ കോലത്തിൽ അവരെ മുന്നേ വന്ന് നിന്നേക്കല്ലേ. നിങ്ങൾ ഈ കോലം കണ്ടാലേ അവർക്ക് ഗ്ലാസ് വെള്ളം പോലും നിങ്ങളിന്ന് വാങ്ങി കുടിക്കാൻ തോന്നൂല. നേരെ എവിടെ പോയി കുത്തിരുന്നോളി. മോൾ എന്തൊക്കെയാ പറയുന്നത്? മോളെ വീട്ടിൽ നിന്നല്ലേ അച്ഛനും അമ്മയും വരുന്നത്. ഞാൻ അവരൊക്കെ ഒന്ന് കാണുക സംസാരിക്കുക ചെയ്തില്ലെങ്കിൽ അവരെന്താ എന്നെ കുറിച്ച് അവരെന്ത് വിചാരിക്കുക? വിചാരിക്കുന്നു നിങ്ങൾ അറിയണ്ട. വരുന്നത് എന്റെ വീട്ടുകാരല്ലേ, എനിക്കറിയാം അവരോട് എന്താ പറയണ്ടേന്ന്. നിങ്ങളെ ഞാൻ പറഞ്ഞതനുസരിക്ക്. മോളെ ഇതെവിടെ പോയി? മോളെ ആ, നിങ്ങൾ എത്തിയോ? ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ കിച്ചണിലായിരുന്നു. എന്താ മോളെ, മോൾക്ക് സുഖമല്ലേ? ആ അച്ഛാ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അല്ല മോളെ, അമ്മ എവിടെ? അമ്മനെ കാണുന്നില്ലല്ലോ. ആ, അത് പിന്നെ മറ്റേ അമ്മന്റെ അനിയത്തിന്റെ മോളുണ്ടല്ലോ തൃശ്ശൂരുള്ള, അവള് വന്നിട്ടുണ്ട്. അതിന് കൊച്ചിനെ ഭയങ്കര വലിയ കാര്യമാണ്. അപ്പൊ പറഞ്ഞു ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാ. ഞാൻ പറഞ്ഞു അച്ഛനമ്മ വരുന്ന കാര്യം. അപ്പൊ പറഞ്ഞു മോളില്ലേ ഇവിടെ ഒരു വരുമ്പോ എന്ന് പറഞ്ഞിട്ട് പോയി. അല്ല മോളെ, ഞാൻ ഇന്ന് രാവിലെ വിളിക്കുമ്പോഴല്ലേ നീ പറഞ്ഞത് അമ്മ ഇവിടെ അടിച്ചു തുടയ്ക്കുന്നു, പിന്നെ മീൻ മുറിക്കാൻ പറയട്ടെ എന്നൊക്കെ. പിന്നെ എപ്പോഴാ പോയത്? അതിനുശേഷോ? ആ അമ്മേ, ഒരു അരമണിക്കൂർ മുന്നേ പോയിട്ടേ ഉള്ളൂ. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ പോണ്ട പോണ്ടെന്ന്, അച്ഛനമ്മ വീട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് അതൊന്നും വലിയ കാര്യമില്ല നിങ്ങൾ വരുന്നതൊന്നും. അത് സാരില്ല മോളെ, അച്ഛനമ്മയല്ലേ വന്ന്, വേറെ ആരില്ലല്ലോ. അതന്നെ പറഞ്ഞു, അവർ പോയിട്ട് വരട്ടെ. മോൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നോ മോളെ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനോട് അച്ഛനമ്മ വരുന്നുണ്ട് എന്നുള്ള കാര്യം. ഏട്ടന് വലിയ സന്തോഷമായി അത് കേട്ടപ്പോ. ആ അമ്മേ വാ, അച്ഛ വാ, ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ടേബിളിൽ. വാ. എന്തായാലും മോൾ ഇവിടെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് അത് മതി. ഞാൻ അമ്മയും കൂടി കാണാന്ന് പറഞ്ഞിട്ടുണ്ട് വന്നത്. അവരോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കാലോ എന്ന് പറഞ്ഞിട്ട്. നീ കണ്ടില്ലല്ലോ, സാരമില്ല അല്ലേ മോളെ. ഇന്ന് ഫ്രൂട്ട്സ് അങ്ങ് എടുത്ത് വെച്ചോ. മോളെ, ഞങ്ങൾ ഒരുപാട് സമയമല്ലേ വന്നിട്ട്, ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ. നിക്കച്ചാ, എപ്പോ വന്നാലും ഒരു ദിവസം പോലും ഇരിക്കത്തില്ല. ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാ പോലെ. മോളെ അതൊന്നും വേണ്ട. ഇനിയിപ്പേ ബാംഗ്ലൂരിൽ നിന്ന് മോൻ വരട്ടെ, വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി വന്ന് ഒരു ദിവസം ഇരിക്കുക അല്ലേ. പിന്നെ നിന്റെ ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ അവിടെ ആരും ഇല്ലല്ലോ, ഭക്ഷണമൊക്കെ അവൻ ഉണ്ടാക്കണ്ടേ അല്ലേ. നമുക്കൊന്ന് പോവുക, ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. പിന്നെ എന്റെ മോൾക്ക് ഇവിടെ സുഖമല്ലേ, അമ്മയ്ക്ക് അത് മതി. അത് കേട്ടതിന് സന്തോഷം. പിന്നെ നിന്റെ അമ്മയൊന്ന് വരികയായിരിക്കും അല്ലേ, അല്ലെ പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കില്ലല്ലോ. അമ്മ എന്തായാലും വരും. അല്ല മോളെ, ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കുകയാണല്ലോ, എവിടെ ചുമക്കുന്ന ശബ്ദം കേൾക്കുന്നു? അത് പിന്നെ തൊട്ടടുത്ത് തന്നെ അങ്ങനെ അപ്പുറപ്പുറൊക്കെ വീടല്ലേ, അപ്പൊ അവിടെ നിന്ന് ആരും ചുമച്ചായിരിക്കും. അല്ലാണ്ട് ഇവിടെ പാര് ചുമക്കാനാ? അല്ല മോളെ, ഞാൻ ചുമക്കുന്നത് മേലെന്നാ കേൾക്കുന്നത്. എന്തായാലും ഞങ്ങൾ പോയി നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ, ഞാൻ നോക്കിയിട്ട് വരാം. എന്തായാലും എന്റെ സംശയം തീർക്കാലോ. നോക്കിയിട്ട് വരാം ഞാൻ. എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. ആരാത്? അപ്പുറത്തെ വീട്ടിലാണോ എന്താന്ന് നോക്കാലോ. എന്റെ മോൾ ഒറ്റയ്ക്കല്ലേ ഇവിടെ. അയ്യോ, ഈ അമ്മ എങ്ങാനത് കണ്ടിങ്ങനെ പിന്നെ എന്നെ വെച്ചേക്കില്ല. എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ. ഇവിടെ പിന്നെ അടുത്തടുത്ത് വീടൊക്കെ ആകുമ്പോ ഒന്ന് പേടിക്കാനൊന്നുമില്ലല്ലോ, അതൊക്കെ ലോക്ക് ചെയ്ത് അവൾ കൂട്ടിയിട്ടുണ്ട്. എന്താ എനിക്ക് ശബ്ദം കേട്ടിട്ടുണ്ട്, എന്തായാലും ചുമക്കുന്ന ശബ്ദം. എവിടെയായിരിക്കും? ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. അയ്യ, അമ്മ ഇവിടെ ഇല്ലാണ്ട് എന്റെ മോളെ ഒത്തിരി. അമ്മ എങ്ങോട്ടേ പോകുന്നേ? അമ്മ അതേ പോവാൻ നോക്കിയേ മഴ വരുമ്പോഴേക്കും. എടി മഹാഭാവി, ചേച്ചി ചേച്ചി ചേച്ചി, നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്ന? എടി, ഇതാരാടി ഇവിടെ കിടക്കുന്നത്? നിന്റെ അമ്മായിയമ്മയല്ലേ, നിന്റെ ഭർത്താവിന്റെ അമ്മയല്ലേടി ഇത്? ഈ അമ്മനെ ഇവിടെ കിടത്തിട്ട് നീ ഇവിടെ ഇല്ല ഞങ്ങളടുത്ത് പറഞ്ഞത്? അല്ല, അമ്മയല്ലേ പറഞ്ഞ അമ്മ നേരത്തിന് മോളെ കാണാൻ പോവാന്ന് പറഞ്ഞേ. ഇത് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കിടക്കുക. ഇത് ആരറിഞ്ഞു? അത് ഹനത്തിന്റെ മോള് വന്നിട്ടുണ്ട്. ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവാൻ നിൽക്കാൻ നിന്നതായിരുന്നു. അപ്പൊ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി മേലെ വന്നതാ. തീരെ വയ്യാണ്ടായപ്പോ ഞാൻ ഇവിടെ കിടന്നു. അപ്പൊ മോള് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പോയി എന്നുള്ളത്. അത് കാരണം. മോളെ, നിങ്ങൾ രണ്ടാളല്ലേ ഈ വീട്ടിലുള്ളൂ.
അയ്യ അമ്മ പുറപ്പെട്ട് പോകുമ്പോ നിന്റെ അടുത്ത് പറയാണ്ട് എന്തായാലും പോകില്ലല്ലോ. അപ്പൊ മേലെ കയറാൻ ഡ്രസ്സ് മാറ്റം എന്താണെന്ന് വെച്ചോ. അപ്പൊ താഴെ കുറെ സമയം കാണാൻ തരും. എനിക്ക് മേലെ കയറി വന്ന് നോക്കണ്ടേ? അമ്മ എവിടെ? കുറെ സമയമല്ലേ മേലെ കയറി പോയിട്ടുള്ളത്. നീ എന്താ അത് നോക്കിയില്ല? അതെ, മോളെ വഴക്കൊന്നും പറയണ്ട. മോള് നല്ല കുട്ടിയാ. പെട്ടെന്ന് ഞാൻ മേലെ കയറിയപ്പോ എനിക്ക് വിറയലും പനിയും വന്നപ്പോ അങ്ങനെ അവിടെ കിടന്നു പോയതാ. എന്തോ എനിക്കത്ര വിശ്വാസം പോരാ മോളെ. ഓരോ വീടുകളിലൊക്കെ ചെയ്യുന്ന നീ കണ്ടിട്ടുണ്ടാവൂല്ലേ? ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ അമ്മായിമാർ തലയിൽ വെച്ച് കെട്ടിയിട്ടേ പുറത്തുപോയി താമസിക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന ഓരോ നാടകങ്ങള്. അത് എന്റെ മോള് ചെയ്യണ്ട കേട്ടോ. ആ പാവം അമ്മയാണ്. അതിനെ വേദനിപ്പിക്കരുത് നീ. ഈ അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇവിടുത്തെ അമ്മനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം അമ്മനോട് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നീ എന്തെങ്കിലും ഇവരെ കുറിച്ച് കുറ്റം പറഞ്ഞു തരുമ്പോഴേ ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ച പോലെ. മോളെ, നിന്റെ കല്യാണത്തിന് മുൻപ് ഞങ്ങൾ ഇവിടെ ചുറ്റുപാട് മുഴുവൻ നല്ലപോലെ അന്വേഷിച്ചിട്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവരെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ ചില അമ്മമാരുണ്ട് എന്തെങ്കിലുമൊക്കെ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാർ അത് പറഞ്ഞു ഇത് പറഞ്ഞു മറ്റു മക്കളോട് വന്ന് പറഞ്ഞു തന്നാലേ അതും കേട്ട് വിശ്വസിച്ച് മക്കളെ പിടിച്ചിരുത്തത്. ഈ അമ്മയും അച്ഛനാണ് നീ ഞങ്ങളെ വിചാരിക്കരുത് കേട്ടോ. എന്താ നിങ്ങളിങ്ങനെ വിറയ്ക്കുന്നു? പനിയുണ്ടോ? ആ, ലേശം പനിക്കുന്നുണ്ട്. ഡി വല്ല ഗുളിക മരുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എടുത്ത് കൊടുക്ക്. വിറയ്ക്കുന്നു, പനിയുണ്ട്. ഞാൻ താഴെ വരുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഗുളിക കഴിക്കാം. ഇനി ഗുളികയും കൊണ്ടുവന്ന് അവൾ ഇങ്ങോട്ടേക്ക് വരണ്ട. ചേച്ചി എന്നാ ഞങ്ങള് പോകട്ടെ. ഇവളുടെ അച്ഛൻ താഴെയുണ്ട്. എന്റെ മോൾ ഇത്രയും വലിയ തെറ്റ് ചെയ്തതിന് നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം. മോന്റെ അടുത്ത് ഇതൊന്നും വിളിച്ച് പറഞ്ഞു കൊടുക്കരുത്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് എന്റെ മോള് വന്ന് കയറി അവളോട് സന്തോഷത്തിലാണ് ഇരിക്കണമെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സമാധാനമായിരുന്നു. ഞങ്ങൾ എത്ര സന്തോഷത്തിലാണ് അറിയോ, എത്ര അഭിമാനത്തിലാണ് ഞങ്ങൾ അവിടെ ഇരിക്കണേ. നല്ലൊരു കുടുംബമുള്ള എന്റെ മോൾക്ക് കിട്ടിയിരിക്കുന്നു പറഞ്ഞിട്ട് മോന്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞു കൊടുത്ത് എന്റെ മോളെ ജീവിതം ഇല്ലാതാക്കരുത്. ഞാൻ ചേച്ചി കാല് പിടിക്കാം. മോളെന്നെ നല്ല പോലെയാ നോക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്ന മോളൊന്നുമല്ല. നല്ലൊരു കുട്ടൻ തന്നെയാ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ശരി, എന്നാ ഞങ്ങൾ ഇറക്കട്ടെ. എന്താ സിദ്ധു നീ ഇത്ര നേരം എന്താക്ക നീ? ചേട്ടാ നമുക്ക് ഇറങ്ങാം. മേലെ വീണ്ട അമ്മയുണ്ട്. അമ്മ മേലെയോ? മോളല്ലേ പറഞ്ഞ ഇവിടെ ഇല്ലെന്ന്? മോള് പോയിക്കോ, അമ്മ പോവുകയല്ലേ. ഞാൻ താഴെ വരുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഗുളിക കഴിക്കാം. പിന്നെ നീ എന്താ ചെയ്യുന്നത്? നീ ഇവിടെ നിൽക്കണോ അതോ ഞങ്ങളുടെ കൂടെ വരുന്നോ? ഞാൻ തന്നെ വരണം? ഞാനൊന്നും വരുന്നില്ല. എനിക്കിവിടെ സുഖം. ഓ, അപ്പൊ നിനക്ക് അതറിയാലേ നിനക്ക് എവിടെയാ സുഖം എന്നുള്ളത്. മോളെ, നിനക്കൊരു ആങ്ങളിയില്ലേ? നീ കുറച്ച് കഴിഞ്ഞ് അവളൊരു കല്യാണം കഴിയില്ലേ? ആ കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടിനെ കൊണ്ടുവന്ന ആ കുട്ടിന്റെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛനും അമ്മയും കുടുംബക്കാരൊക്കെ വരുമ്പോ എന്നെയും നിന്റെ അച്ഛനെയും മേലത്തെ റൂമിൽ കൊണ്ട് കൂട്ടിയിട്ടുണ്ടെങ്കിലോ നിനക്ക് എങ്ങനെ ഉണ്ടാവും? ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതേ സ്ഥിതിയിലടി നീ നിന്റെ അമ്മൻ ചെയ്തത്. എന്താ മോളെ ഇത്? എന്നെ ഈ ശോകമൊക്കെ പഠിച്ച് ഞങ്ങളുടെ പറ്റില്ല അവരും. സോറി അച്ഛാ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാനാണെങ്കിൽ ഏട്ടൻ്റെ കൂടെ ബാംഗ്ലൂർ എന്ത് നല്ല ഹാപ്പി ആയിട്ടിരുന്നതാ. പിന്നെ അമ്മയ്ക്ക് ഇവിടെ കൂട്ടിന് ആളില്ലാന്ന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് 2-3 മാസമായില്ലേ. എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്ന് ബോറടിക്കുക. എല്ലാം അമ്മ കാരണമല്ലേ ഉണ്ടായെന്ന് വെച്ച് ദേഷ്യം പിടിച്ചിട്ട് ദേഷ്യവും വിഷമം എല്ലാം കൂടെ ഞാൻ ചെയ്തു പോയതാ. മോളെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇതിപ്പോ ഞങ്ങൾ മാത്രം അറിഞ്ഞിട്ടുള്ളൂ. അച്ഛനും അമ്മനും നോക്കിയത് കൊണ്ട് ഇന്ന് വരെ ഒരാൾക്ക് ഒരു ദോഷം ഉണ്ടായിട്ടില്ല. അത് നോക്കാത്തവർക്ക് പല ദോഷങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അത് മോള് മനസ്സിലാക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഒരിക്കലും ആവർത്തിക്കരുത് മോള്. മോളെ, ഇന്ന് ഒരുപാട് പെൺകുട്ടികളും പറയുന്ന കാര്യമാണ്. എന്റെ ഭർത്താവിനാണ് നല്ല ശമ്പളമുണ്ട്, വീട്ടിലാണ് എനിക്ക് നല്ല ഹെൽപ്പും ചെയ്തു തരും, ഞങ്ങളുടെ ജോലിയായിട്ടുള്ള ജീവിതമാണ്. ഈ അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടി ഇരുന്നിട്ട് എന്തിനാ ഞങ്ങളുടെ ജീവിതം വെറുതെ ഇല്ലാണ്ടാക്കുന്നത് പറഞ്ഞിട്ട് പുറത്തുപോയി വീടെടുക്കാനും ഫ്ലാറ്റ് എടുക്കാനും സുഖമായിട്ട് താമസിക്കണം എന്നൊക്കെ. പക്ഷെ എൻ്റെ മോൾ അങ്ങനെയുള്ളൊരു കുട്ടി ആവരുത്. ഭർത്താവ് എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ച് ഉണ്ടാവുന്നതല്ല. അവരെ കുറച്ച് വളർത്തി വലുതാക്കി ജോലിയൊക്കെ ആക്കി കൊടുക്കുമ്പോഴേക്കും അതിന്റെ പുറകായി അച്ഛനമ്മമാർ എന്തുമാത്രം കഷ്ടപ്പെടുന്ന ആലോചിച്ച് നോക്ക്. എൻ്റെ മോൾക്കായി അമ്മനെ നോക്കിയതുകൊണ്ട് ഒരു കുറവും ഉണ്ടാവില്ല. മാതാപിതാക്കളുടെ ശാപം എൻ്റെ മോള് വലിച്ചു കെട്ടരുത്. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കടക്കം ആ ശാപം അനുഭവിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ ഇറങ്ങുക. ഈ അമ്മൻ താഴെ കൂട്ടിട്ട് വന്നിട്ട് ഭക്ഷണം കൊടുക്ക്. എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ സന്തോഷത്തോടു ഇരിക്കും. സോട്ടെ, നമുക്ക് പോവുക. അമ്മേ,
സോറി അമ്മേ. അമ്മ എണീക്ക്. എൻ്റെ വിവരക്കേടുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു പോയി. എന്നോട് ക്ഷമിക്ക്. മോൾ അമ്മനോട് സോറി ഒന്നും പറയണ്ട. എനിക്കറിയാം മോള് നല്ലൊരു കുടുംബത്തിലെ കുട്ടിയാണെന്നുള്ളത്. മോൾക്ക് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലേ അത് അമ്മ അങ്ങ് ക്ഷമിച്ചു. അല്ലെങ്കിൽ മോളെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുമ്പോ അമ്മ എന്ത് കോലത്തിലാ നിൽക്കുന്നതല്ലേ ഞാനും വിചാരിച്ചു. അതാണ് ഞാൻ ഇവിടെ മിണ്ടാതിരുന്നത്. ഒന്നും സാരമില്ല അമ്മേ. അമ്മ അത് മനസ്സിൽ വെക്കല്ലേ. അതാ വിട്ടേക്ക്. എണീക്ക് വാ, നമുക്ക് താഴെ പോയി ഭക്ഷണം കഴിക്കാം. വാ. നടക്കും മോളെ, അമ്മ താഴേക്ക് വരാം. ആ എന്നാ ശരി കേട്ടാ, ആയിക്കോട്ടെ. ഞാൻ അമ്മയോട് ഒന്ന് പറയട്ടെ. ശരി. മോളെ അമ്മേ, ഏട്ടൻ വിളിച്ചിരുന്നു. ഏട്ടൻ പറയാ ഞാനിവിടെ ഇരുന്ന് ബോറടിക്കല്ലേ, 2-3 മാസം അവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, അമ്മേനെയും കൂട്ടിയിട്ട് വരാമെന്ന്. അമ്മ പോരെ, ബാംഗ്ലൂരല്ലേ, ഒരു കുഴപ്പമില്ല. 5-6 മാസം അവിടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം. അമ്മയൊന്നും വരണ്ട, മോള് പോയിക്കോ. ഇപ്പൊ കല്യാണം കണ്ട് ഇത്രയായില്ലേ, മക്കളൊക്കെ ആവണ്ടേ. മോള് പോയി ഒരു 5-6 മാസമൊക്കെ അവിടെ ഇരുന്നിട്ട് വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മക്കൾ ഇങ്ങോട്ട് അമ്മനെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ രാത്രി ഞാൻ ആരെങ്കിലും അടുത്ത വീട്ടിലെ അമ്മൂമ്മനെ വിളിച്ച് ഇവിടെ കിടത്താം. മോള് പോയിക്കോ. അത് വേണ്ടമ്മേ. പോവാണെങ്കിൽ എന്തായാലും അമ്മ വരണം. എന്തായാലും അമ്മനെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോകാൻ വിചാരിക്കുന്നില്ല. നമുക്ക് വീട് പൂട്ടിട്ട് പോയാൽ പോരെ. അമ്മയും കൂടെ ഉണ്ടെങ്കിൽ 6 മാസമോ 1 വർഷമോ വേണ്ടി നമുക്ക് പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നാൽ മതി. അമ്മേ, ഇനി വൈകിക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം ബാംഗ്ലൂരിലേക്ക്. അമ്മ അതൊരു ബാംഗ്ലൂർ കണ്ടിട്ടില്ലല്ലോ. നമുക്ക് അടിച്ചു പൊളിക്കാം അവിടെ പോയിട്ട്. ആയിക്കോട്ടെ മോളെ, എന്നിട്ട് നമുക്ക് പോകാല്ലേ.